ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കുട്ടികൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അത് കൊടുക്കുക, അല്ലാതെ അവർ വാശി പിടിക്കുന്ന സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വഷളായി പോവുക തന്നെ ചെയ്യത്തുള്ളൂ. അപ്പം നമ്മൾ എല്ലാ പേരൻസും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികളാകുമ്പോൾ വാശി, കരച്ചിൽ, അടി, പിടി അങ്ങനെയൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ ആ വാശി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സാധനം കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അപ്പനെ തല്ലാനോ അല്ലെങ്കിൽ അമ്മയെ തല്ലാനോ അല്ല പഠിപ്പിക്കേണ്ടത്. കാരണം അവരെ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരെ കിടന്ന് കാറി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു കുട്ടി വന്നിട്ട് കരഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരു സംഭവത്തിന് വേണ്ടി ഒരു ദിവസം കരഞ്ഞു കഴിയുമ്പോൾ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പാവല്ലേന്ന് ഓർത്ത് കൊടുക്കും. പിറ്റേ ദിവസം കരയുമ്പോഴും നമ്മൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ സ്വഭാവം ഒരിക്കലും ശരിയാവത്തില്ല. മോനെ ഇതുകൊണ്ടാണ് അമ്മ തരാത്തത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരോട് റെസ്പെക്റ്റ് കാണിക്കണം, അച്ഛനെ അച്ഛനായിട്ട് കാണാനും അമ്മയെ അമ്മയായിട്ട് കാണാൻ, അങ്ങനെ നമ്മൾ വേണം. ആ ഒരു കുട്ടികൾക്കൊന്നും അറിയില്ല അല്ലേ. അപ്പോൾ അവരെ നമ്മളത് കെയർ ചെയ്ത്, അല്ലെങ്കിൽ അവരെ നമ്മൾ ആ ഒരു അതിലേക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ വളർത്തി വരുത്തുക. അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും, അതിലേക്ക് പേരൻസ് കുറിച്ച് വെക്കുന്ന അല്ലെങ്കിൽ പേരൻസ് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു പേപ്പറിൽ എഴുതപ്പെടുന്നത്. സോ അത് നല്ല കാര്യങ്ങൾ എഴുതപ്പെടാനും നല്ല കാര്യത്തിൽ നല്ല ശീലത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. അപ്പം ഈ വഴക്ക് പറയുക എന്ന് പറയുന്നത് കുട്ടികളെ നമ്മൾ എന്താണ് അടി കൊടുത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രൂരത ചെയ്തോ നുള്ളിപ്പറിച്ചോ അടി കൊടുത്തോ ഒന്നുമല്ല. നമ്മൾ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലൂടെ അവർക്ക് സൗമ്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഒന്ന് അമട്ടിയോ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടോ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അടി കൊടുത്തോ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞോ അങ്ങനെ മാത്രമല്ല നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ്, ഒരു കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയൊക്കെയാണ് മോസ്റ്റ്ലി അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. സോ ആ ഒരു ടൈമിൽ നമ്മൾ വളരെയധികം അവരെ കെയർ ചെയ്ത് അവരുടെ ക്യാരക്ടറിനെ നല്ല രീതിയിലാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കണം. അതിപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇതുമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഗൈസ് ഞാനിത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. സോ ആദ്യം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമുക്കറിയാം തനി മലയാളി അവരുടെ കുട്ടിയുടെ യുവിയുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ ആ ഒരു ടൈമിൽ ബർത്ത്ഡേ ദിവസം ഇങ്ങനെ ഐശ്വര്യ പറയുന്നുണ്ട്, അതായത് ഐശ്വര്യയുടെ കയ്യിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണ്, കഴുത്തിൽ കടിക്കുക, കുട്ടി ഇങ്ങനെ കഴുത്തിൽ കടിക്കുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കുട്ടിയുടെ ഗ്രാൻഡ് മദർ അവിടെ നിന്ന് വഴക്ക് പറയുകയാണ്, ചേല്. അപ്പം നമ്മളൊക്കെ ചിലവരൊക്കെ ആണെങ്കിൽ എന്ത് പറയും, ആ കുഞ്ഞല്ലേ, അതും 1 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടീനെ വഴക്ക് ശ്വാസിക്കുന്ന ഇതാണ് നമ്മൾ കണ്ടത്. അത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രായത്തിൽ തന്നെ, ഏത് പ്രായമാണെങ്കിലും കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് നമ്മൾ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മളത് കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു തെറ്റ് ചെയ്യും, നാളെ ഇതിനേക്കാൾ വലിയൊരു തെറ്റ് ചെയ്യും. സോ ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം ഗൈസ്. കടിച്ച് എൻ്റെ ഒരു ഷോൾഡർ മറ്റേ ചുവന്ന നോക്കി നോക്ക്. ഞാൻ ഇപ്പൊ എക്സ്പ്രഷൻ കൊടുക്കാതിരിക്കുക, കൊടുത്താൽ കൂടുതൽ കടിക്കും. സംസാരിക്കാൻ പോകുന്ന ഫാമിലി ഒരിക്കലും ഈ ഒരു ഫാമിലിനെ കുറിച്ചിട്ടല്ല. ഇവര് ആക്ച്വലി പല കാര്യത്തിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴും ഈ ഒരു ഫാമിലിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഫാമിലി ഒരിക്കലും ഈ ഒരു ഫാമിലിനെ കുറിച്ചിട്ടല്ല. ഞാൻ വേറൊരു വീഡിയോ വെച്ച് തരാം കേട്ടോ. എനിക്കറിയാം നീ ഓടിക്കാൻ പോണ എന്തായാലും ചേട്ടാ, ഇല്ലേട്ടാ നിനക്ക് പപ്പയുടെ കൂടെ നല്ലതല്ലോ കേട്ടാ. ഇല്ല ഒരു കുട്ടിയുടെ വാശിയാണ് നിങ്ങൾ കാണുന്നത്. ശരിക്കും കുട്ടികൾക്ക് വാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും, എങ്കിൽ പോലും സ്വന്തം അച്ഛനെ ഇങ്ങനെ അടിക്കുക, അതായത് ഒരു ടോയ് കൊടുത്തില്ല എന്നുള്ള രീതിയിലാണ് ആ കുട്ടി ഇത്രയധികം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും കാറുന്നതും ബഹളം വെക്കുന്നതും ഒക്കെ. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക,
അതിങ്ങനെ വഴക്ക് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു ദിവസം കരഞ്ഞൊരു കാര്യം നേടുകയാണെങ്കിൽ കുട്ടിയുടെ മനസ്സിലുണ്ട് നാളെ ഞാൻ ഇനി ഒരു സംഭവം വേറെ ആണെങ്കിൽ ഇത് കരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താണ് അച്ഛൻ്റെ ഈ ഒരു ടോയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ്റെ കഴുത്തിന് പിടിക്കുകയും അച്ഛനെ തൊഴിക്കുകയും ചവിട്ടുകയും കാറുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിച്ചിരി ഒരു ഇതല്ലേ. അപ്പൊ അത് കണ്ട് ഒരിക്കലും ചിരിച്ചു നിൽക്കരുത്, പേരൻസ് ഒരിക്കലും ചിരിച്ചു നിൽക്കരുത്. ഇപ്പൊ കുട്ടികൾ ഒരു കാര്യം കാണിക്കുമ്പോൾ, അതായത് നമ്മൾ ഇന്ന് അവൻ കുട്ടിയാണ് അല്ലെങ്കിൽ അവൻ ഇന്ന് അവനൊരു കുട്ടിയാണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പേരൻസിന് അവൻ കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചത് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ വേറെ എവിടെ നാളെ സ്കൂളിലേക്കൊക്കെ പോയിട്ട് അവിടെ ചെന്ന് കുറെ കാര്യങ്ങളിൽ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ ഒരിക്കലും അടുത്തിരിക്കുന്ന കുട്ടിയുടെ പേരൻസ് അവൻ കുട്ടിയാണ് എന്ന് വിചാരിക്കത്തില്ല. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കിയെങ്കിൽ നാളെ വേറെ വലിയ കാര്യത്തിനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കാറി വഴക്കുണ്ടാക്കി ബഹളം വെച്ച് പോകുന്നത്. അപ്പോൾ ഇതിന് കുറേ അധികം കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പം ഒരിക്കലും കുട്ടീനെ ബഹളം വെച്ചിട്ടല്ല, അല്ലെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ടിട്ടോ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും വളരെ സഭ്യമായിട്ടുള്ള രീതിയിൽ, അതായത് നോ പറയേണ്ടടുത്ത് കുട്ടികളോട് പറയണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അവരിങ്ങനെ കരയുമ്പോൾ അത് എല്ലാം സാധിച്ചു അങ്ങനെ. ആക്ച്വലി നമ്മളിപ്പം നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോഗ് ഇട്ട് കഴിയുമ്പോൾ പലവർക്കും പല അഭിപ്രായങ്ങളാണ്. അപ്പൊ നമുക്ക് ആ ഒരു കമന്റ് അവിടെ വരും. ഇവിടെ ആരും ആ കുട്ടീനെ ആക്ഷേപിച്ചിട്ടോ അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് ആരും കമന്റ് ഇട്ടിട്ടില്ല. പക്ഷേ ഇവര് രണ്ടുപേരും റിപ്ലൈ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര പുച്ഛിച്ച് ഭയങ്കര ഇതായിട്ടൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ കമന്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത്, ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയാണ്. സോ ആ ഒരു ടൈമിൽ നമ്മൾ നല്ല കെയർ കൊടുത്ത് അവരുടെ ഒരു ക്യാരക്ടർ നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഈ കുട്ടികളാണ് നാളത്തെ നമ്മുടെ സമൂഹത്തെ നയിക്കാൻ. എന്ന കമന്റ് സെക്ഷനും അവരുടെ ഒരു റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇവരുടെ വീഡിയോ കാണുന്നത്. ഒരു കാര്യം പറയട്ടെ, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത വീഡിയോ കാണുന്ന ആളുകളെ വേണം പറയാൻ. അവരുടെ ചെറിയ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാത്തിനും വളരെ പുച്ഛഭാവത്തോടെ നെഗറ്റീവായി ഇവർ മറുപടി നൽകുന്നു. ഇവിടെ ഇരുന്ന് ഒരു കമന്റും ഉപദേശം എന്നോളം എടുത്തുകൂടെ? ആരും ഇത്ര മോശമായിട്ട് കമന്റ് ചെയ്ത് കണ്ടിട്ടില്ല. സബ്സ്ക്രൈബേഴ്സിനോട് വളരെ പുച്ഛമാണ് ഇവർക്ക്. അതെ, ഈ ഒരു കമന്റ് സെക്ഷനിൽ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു കുട്ടീനെ ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ദേഷ്യം കാണുക, അല്ലെങ്കിൽ കുട്ടി കരയുമ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ നടത്തി കൊടുക്കല്ലേ, അങ്ങനെയുള്ള വളരെ സഭ്യമായിട്ടുള്ള രീതിയിൽ ആരും ആ കുട്ടീനെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ പുള്ളി ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇതിന് ഇവര് കൊടുത്തൊരു റിപ്ലൈ ഉണ്ട് കേട്ടോ ഗൈസ്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക. നിന്റെ കൊച്ചിനെ നീ വേണമെങ്കിൽ പറയും, എനിക്ക് സൗകര്യമില്ല കേട്ടോണ്ടിരിക്കുക. നിനക്ക് വേണമെങ്കിൽ വരികയാണ്, ഒരു നിർബന്ധവും ഇല്ല കേട്ടാ. എന്റെ സപ്പോർട്ടും വേണ്ട അവിടെ. അയ്യടാ, ഇവിടെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കണം. തലക്കാലം സൗകര്യമില്ല. വീഡിയോയിൽ അവർ ആ കുട്ടീനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഈ ഒരു കമന്റിൽ അവർ ആ കുട്ടീനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവർ കൊടുത്തൊരു റിപ്ലൈ ആണ് കേട്ടോ. അവർക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ വളരെ പുച്ഛമാണ്. എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഇവരെയൊക്കെ പോയി സബ്സ്ക്രൈബ് ചെയ്ത്, ഞാൻ ആക്ച്വലി ഇവരുടെ വീഡിയോസ് ഒന്നും കാണാറില്ല. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇവരെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പോയി കാണുന്നത്. അപ്പൊ ഇതിന് മുന്നേ ഒക്കെ കാണുമായിരുന്നു. കാരണം ഇവരെപ്പോഴും ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറയുന്ന, അങ്ങനെ പല ആൾക്കാരെ ഇങ്ങനെ ഭയങ്കര പുച്ഛിച്ച് പറയുന്നതാണ്. ഇവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെയൊക്കെ വീഡിയോ ഒക്കെ കണ്ട്, ആക്ച്വലി ഈ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കൂടെ വരുമാനം എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം ഇപ്പം ഇത്രയധികം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയധികം വ്യൂസ് കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരാളുടെ ഒന്നും താല്പര്യമില്ലായിരിക്കാം. പക്ഷെ എങ്കിൽ കൂടി ഈ സബ്സ്ക്രൈബേഴ്സിന്റെ, അതായത് നിങ്ങൾ പബ്ലിക്കിലേക്ക് നിങ്ങളുടെ ഒരു കണ്ടന്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പറയാനുള്ള കുറെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ആ കുട്ടീനെ അവരെ തെറി വിളിക്കുക, അല്ലെങ്കിൽ ആ കുട്ടീനെ എന്തെങ്കിലും പറയുകയൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിപ്ലൈയും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം. പക്ഷെ ഇവിടെ ആ കുട്ടീനെ ആരും പറഞ്ഞിട്ടില്ല. അത് കണ്ടപ്പോൾ എന്താണ്, ആ കുട്ടിയുടെ ആ ഒരു വാശിയൊന്നും നമ്മൾ ഇപ്പം നോർമലി നമ്മുടെ വീട്ടിൽ വരുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരാണെങ്കിലും അത് പറയില്ല, കൊച്ചിന് വാശി കുറച്ച് കൂടുതലാണ്, നമ്മൾ ആ വാശി അങ്ങനെ ആ ഒരു രീതിയിലാണ് പല ആൾക്കാരും കമന്റ് ഇട്ടിരിക്കുന്നത്. അല്ലാതെ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനത്തെ രീതിയിലൊന്നും കമന്റ് ഇട്ടിട്ടില്ല. പക്ഷെ ഇവരങ്ങ് രോക്ഷാകുലരായിട്ട് അങ്ങനെ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇവരുടെ ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ പല കാര്യങ്ങൾക്ക് പോലും ഇവർ ഇങ്ങനത്തെ രീതിയിലാണ് റിപ്ലൈസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഇവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. ഓക്കെ, അടുത്തൊരു കമന്റ് നമുക്ക് നോക്കാം ഗൈസ്. ഇതിൽ ആളുകൾ പറയുന്നത് മനസ്സിലാക്കൂ, എല്ലാത്തിനും തർക്കുത്തരം പറയുന്നത് നല്ലതല്ല. അത് തന്നെയാണ് ഗൈസ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ്. അവരെ നല്ല രീതിയിൽ പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലാതെ മക്കളെ ഒരുമാതിരി പറഞ്ഞാൽ അവരെ എടുത്ത് പൂജിക്കാൻ പറ്റില്ല.
ആരായാലും. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ഇവരുടെ മക്കളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. സോ ആ ഒരു 4 വയസ്സാകാൻ പോകുന്ന കുട്ടീനെ എന്ത് പറയാനാണ്? കാരണം ആ ഒരു കുട്ടി വാശി കാണിച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടും വാശി കാണിക്കുമ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കായിരിക്കാം. സോ ആ ഒരു വാശി മാറ്റണം, അല്ലെങ്കിൽ ഒരു വാശി വരുമ്പോഴത്തേക്ക് ഉടനെ എല്ലാ കാര്യങ്ങളും ഒന്നും എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് ഇതാവും. അത് മാത്രമാണ് ഇവിടെ കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്നത്. അപ്പന്റെ മുഖത്ത് ചവിട്ടിയപ്പോൾ ഒരു കുഞ്ഞ് അടി കൊടുക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഇനിയും പിള്ളേർ അത് ആവർത്തിക്കും ചേച്ചി. അതൊക്കെ ആ പ്രായത്തിലല്ലേ ഉണ്ടാവുള്ളൂ, 3 വയസ്സല്ലേ ഉള്ളൂ അതിന്. ഓക്കെ, പറഞ്ഞാല് ഒരു ആള് വളരെ അധികം അത് ശരിയായ ഒരു കാര്യമാണ്. ഇപ്പൊ ഈവൻ എനിക്ക് നാളെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ എനിക്ക് ഈവൻ നിർത്തേണ്ടി വന്നാലും ഞാൻ പറയും, അടിക്കേണ്ട സ്ഥാനത്ത് അവരെ അടിച്ച് തന്നെ വളർത്തുക. ഇപ്പം മോസ്റ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഗ്രാൻഡ് പേരൻസ്, ഇപ്പം പേരൻസ് ഒക്കെ വെളിയിലാണെങ്കിലും നമ്മൾ ഗ്രാൻഡ് പേരൻസും ഓൾറെഡി മക്കളെക്കാളും കുറച്ചൊരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൊച്ചുമക്കളോട് കൂടുതലായിരിക്കും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും കുട്ടികൾ വളരെ എന്താ പറയാ, അവര് വഴി തെറ്റി പോവുക തന്നെ ചെയ്യും. അപ്പോൾ എന്താ പറയാ, അവരും ഗ്രാൻഡ് പേരൻസും വിചാരിക്കും അച്ഛനും അമ്മയും കൂടെ ഇല്ല, അയ്യോ കരയിപ്പിക്കല്ല, അങ്ങനെ. കാരണം ഞാൻ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കുട്ടികൾ പിന്നെ വാശി, ഭയങ്കര ദേഷ്യം, അച്ഛനെ അമ്മേനെ അവർക്ക് വേണ്ട, ഗ്രാൻഡ് പേരൻസിനെ വളർത്താം, എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് കാണാനും ഗ്രാൻഡ് പേരൻസിനെ ആ സ്ഥാനത്ത് കാണാനും, അതുപോലെ തന്നെ കുട്ടികൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അടി കൊടുത്ത് തന്നെ അവരെ വളർത്തുക. നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞൊരു ഇല എടുക്കാറാകുമ്പോഴത്തേക്ക് ഇല എടുത്ത് തന്നെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നീട് അത് എടുക്കാൻ പറയുമ്പോഴത്തേക്ക് അവർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ആകും. ഇപ്പം ഈ ഒരു കമന്റ് സെക്ഷനിൽ അവർ പറയുന്നത് എന്താണ്, അച്ഛനെ ഒരു റെസ്പെക്ട് കൊടുക്കുക. അപ്പം അവര് പറയുന്നത് അച്ഛൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് അച്ഛനെ അത് വാങ്ങിച്ച് അങ്ങ് പോവാന്നുള്ളതല്ല, അച്ഛനെ സ്നേഹിക്കാനും അമ്മയെ സ്നേഹിക്കാനും ഗ്രാൻഡ് പേരൻസിനെ അങ്ങനെ വളരെ നോർമലി, ഇപ്പൊ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നോർമലി പറയാനായിട്ടുള്ള ചില ആൾക്കാരൊക്കെ കാണത്തില്ലേ, ചിലവർ പറയും. കാരണം നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നമ്മളൊരു കണ്ടന്റ് ഇടുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഇടുമ്പോൾ അവർക്ക് പല അഭിപ്രായങ്ങളും, ഇത് പല അഭിപ്രായത്തിന്റെ അല്ല, ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇത് നോർമലി എല്ലായിടത്തും നടക്കുന്നത്. ഈവൻ എനിക്കാണെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കാണെങ്കിലും നാളെ കുട്ടികളുണ്ടാകുമ്പോൾ ഒരിക്കലും അവർക്ക് ഇങ്ങനെ വാശി കാണിച്ചിട്ട് ഒരു സാധനം കൊടുക്കാനോ, അല്ലെങ്കിൽ വാശി ഇതാക്കാനോ, അത് കണ്ട് ചിരിക്കാനോ, വീണ്ടും നാളെയും ആ കുട്ടികൾ അതങ്ങനെ ചെയ്യും. അപ്പൊ ഇന്ന് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വലുതായി വെച്ചോണ്ടിരിക്കും. വലുതാവുമ്പോൾ അതങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്കത് കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ പലവർക്കും അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാം. ആ കുട്ടിയുടെ ലൈഫ് തന്നെ ചിലപ്പോൾ നശിച്ചു പോകാതിരിക്കാം. അപ്പൊ ഇപ്പം ഈവൻ എനിക്കാണെങ്കിലും ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വളർത്തുള്ളൂ. കരഞ്ഞു പോയി എന്ന് പറഞ്ഞ ഒന്നും ഞാൻ കൊടുക്കാൻ നിൽക്കത്തില്ല. അപ്പൊ നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാവുള്ളൂ. ഒരിക്കലും ഒരു വാശിക്ക് നമ്മൾ ഇതാക്കാൻ പാടില്ല, അത്രയും ഞാനും പറയുന്നുള്ളൂ. അപ്പൊ കുറെ കമന്റ് സെക്ഷനിൽ ഇവരെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറെ ആൾക്കാർ കമന്റ് സെക്ഷനിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപദേശിക്കുകയല്ല, നിങ്ങൾക്കിപ്പോൾ ഇത്രയും ആയത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ ജസ്റ്റ് റെസ്പെക്ട് യുവർ സബ്സ്ക്രൈബേഴ്സ്. അവർ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ പറയണ്ട, ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. വളരെ പുച്ഛമായിട്ടുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് 1 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം വീഡിയോ കണ്ടിട്ടാണ്. ഇപ്പോൾ ഒരാൾ പോയെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിലും ആ ഓരോ ആൾക്കാർ കണ്ടാണ് ഇത്രയും വരുന്നത്. സോ ഞാൻ പല ആൾക്കാരും ഇപ്പം കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഫേമസ് ആയിട്ട് ആദ്യമൊക്കെ പറയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും, നമ്മളെ വീഡിയോസ് കാണും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര സഭ്യതയോടെ പറയും. പിന്നെ കുറെ ആൾക്കാരൊക്കെ വ്യൂസ് ഒക്കെ കൂടി ഭയങ്കര ലക്ഷക്കണക്കിന് ആയി കഴിയും, പിന്നെ അങ്ങ് പുച്ഛമാണ്. അപ്പം അവരെയൊക്കെ വീഡിയോസ്, ഇതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ട് ഇതുപോലെ കമന്റ് പറയാൻ, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് കേട്ടോ, കമന്റ് ഒക്കെ പറയാനും അതുപോലെ തന്നെ റിയാക്ട് ചെയ്യാനും കാണാനും ഒക്കെ പോകുന്ന നിങ്ങളെ തന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ പുച്ഛിച്ച് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കൂ, ഫോളോ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഇവർ ദുബായിലൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഫോളോ ചെയ്ത് ഇവരെ വീഡിയോസ് കാണുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് ആ ഒരു ക്യാരക്ടർ മനസ്സിലായപ്പോൾ ഞാൻ അൺഫോളോ ചെയ്തൊരു ചാനലാണിത്. ഇപ്പം തനി മലയാളിയൊക്കെ ആണെങ്കിൽ നല്ലധികം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പം അവര് ബിക്കോസ് ആ ഐശ്വര്യയുടെ അമ്മൂമ്മ എന്ന് പറയാം, അല്ലെ അമ്മയെന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കൂൾ ടീച്ചറൊക്കെയാണ്. സോ അവർക്കറിയാം എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം. അതിപ്പോ 1 വയസ്സാണെങ്കിലും 1/2 വയസ്സാണെങ്കിലും 2 വയസ്സാണെങ്കിലും 3 വയസ്സാണെങ്കിലും ഏത് വയസ്സാണെങ്കിലും കുട്ടികൾ വാശി കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് വയസ്സിലാണെങ്കിലും നമ്മൾ അത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും അത് അങ്ങനെ തന്നെ കാണിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നമ്മൾ ഒരു ക്യാരക്ടർ പോലെ, അല്ലെങ്കിൽ കുട്ടികൾ കണ്ടു വളരുന്നത് നമ്മളാണ്. അപ്പൊ
സോ നമ്മൾ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് പെരുമാറും, നല്ല രീതിയിൽ പെരുമാറും. ഇന്ന് നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നാട്ടുകാർ നാളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്നില്ല. സോ ഇറ്റ്സ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഗൈസ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.